ഓപ്പറേറ്റീവ് ഡെൻറ്റിസ്ട്രിയിലെ ഡയറക്റ്റ് ഗോൾഡ് റെസ്റ്റോറേഷൻ ഈ ചാപ്റ്ററാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഗോൾഡ് റെസ്റ്റോറേഷൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് സിൽവർ അമാൽഗം. അതേപോലെ തന്നെ ഇവിടെ റെസ്റ്റോറേറ്റീവ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ഗോൾഡാണ്. ഓക്കെ, ഡയറക്റ്റ് ഗോൾഡ് റെസ്റ്റോറേഷൻസ് ആർ ദ ഒൺലി ടൈപ്പ് ഓഫ് റെസ്റ്റോറേഷൻ ദാറ്റ് യൂസ് പ്യോർ മെറ്റൽ ഗോൾഡ്. ഇപ്പോൾ നേരത്തെ ഉപയോഗിച്ച ഇപ്പോൾ ഉദാഹരണത്തിന് സിൽവർ അമാൽഗത്തിലാണെങ്കിൽ ഒരു പ്യുവർ മെറ്റലല്ല ഉപയോഗിക്കുന്നത്, അതിലേക്ക് മറ്റ് മെറ്റൽസൊക്കെ ആഡ് ചെയ്ത് ഒരു അലോയ് ഫോമിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്യുവർ മെറ്റൽ, ഒരൊറ്റൊരു മെറ്റൽ ഗോൾഡ്. ഓക്കെ, പക്ഷേ എക്സെപ്ഷനുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ഗോൾഡ് ഫില്ലിങ്ങിൽ, അതായത് ഇലക്ട്രോലൈ എന്ന് പറയുന്ന ഫില്ലിങ്ങിൽ ഒഴികെ ബാക്കിയെല്ലാം പ്യുവർ മെറ്റലാണ്. അത് വരുന്ന ക്ലാസിഫിക്കേഷനിൽ കാണാൻ പറ്റും. സോ ഇപ്പോൾ ഡയറക്റ്റ് ഗോൾഡ് റെസ്റ്റോറേഷൻ എന്താ? ഇറ്റ് ഈസ് the only type of restoration that use pure metal, namely gold, with the exception of one type of direct gold, that is electrolyte. In a classification, it can be classified into two main categories. ഒന്ന് precipitate ഗോൾഡും ഒന്ന് ഗോൾഡ് ഫോയിലും. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഗോൾഡ് വേണ്ടേ, അപ്പോൾ അത് രണ്ട് ഫോമിലായിട്ടാണ് നമുക്ക് കിട്ടുക. ക്ലാസിഫിക്കേഷൻസ് precipitate ഗോൾഡും ഗോൾഡ് ഫോയിലും. അല്ല, ഡീറ്റെയിൽ ആയിട്ട് precipitate ഗോൾഡ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഗോൾഡിനെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അല്ല, ആദ്യത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് ഈസ് precipitate ത്രൂ എ പ്രോസസ് ഓഫ് ആറ്റമൈസേഷൻ. ഓക്കെ, അപ്പോൾ അത് ദ ഗോൾഡ് ഈസ് മെൽറ്റഡ് ആൻഡ് സ്പ്രേഡ് ഇൻ ടു എ കോൾഡ് കമ്പാർട്ട്മെൻറ്റ് വിത്ത് ആൻ ഇന്നേർട്ട് അറ്റ്മോസ്ഫിയർ. ഒരു കോൾഡ് കമ്പാർട്ട്മെൻറ്റിൽ, ഒരു ഇന്നേർട്ട് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ മെൽറ്റഡ് ഗോൾഡ് അതിലേക്ക് സ്പ്രേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മെൽറ്റഡ് ഗോൾഡ് സ്പ്രേ ചെയ്തപ്പോൾ അവിടെ precipitate ആയി, അത് സ്പിരിക്കൽ പാർട്ടിക്കിൾസ്, ഗോൾഡ് സ്പിരിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കിട്ടി. സാധാ ഗോൾഡ് മെൽറ്റ് ചെയ്തു, ഈ ഇന്നേർട്ട് അറ്റ്മോസ്ഫിയറിൽ കോൾഡ് കമ്പാർട്ട്മെൻറ്റിലേക്ക് സ്പ്രേ ചെയ്തപ്പോൾ precipitation നടന്നു, അവിടെ സ്പിരിക്കൽ പാർട്ടിക്കിൾസ് ആയി. ഈ സ്പിരിക്കൽ പാർട്ടിക്കിൾസ് എന്ത് പറ്റി? നമ്മൾ എങ്ങനെ ഇത് കളക്ട് ചെയ്യുക? ദിസ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സീവ്, ലാർജ് ഹോൾസ് ഓഫ് സീവ്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് സ്മോൾ ഇൻ ദി ലോവർ. ഒരു പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾ അരിപ്പ പോലത്തെ ഈ പറയുന്ന സ്പിരിക്കൽ പാർട്ടിക്കിൾസ് പാസ് ചെയ്തു. അപ്പോൾ ലാർജ് ഹോളുള്ള അരിപ്പ, ഏറ്റവും വലിപ്പമുള്ള അരിപ്പ ഏറ്റവും പൊക്കത്തും, ഏറ്റവും ചെറിയ അരിപ്പ അരിക്കുന്ന ആ ഹോൾസ് ഏറ്റവും ചെറുതുള്ളത് താഴത്തെ തട്ടിലും വെച്ചു. അപ്പോൾ ഈ സ്പിരിക്കൽ പാർട്ടിക്കിൾസ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ലാർജർ പാർട്ടിക്കിൾസ് ആദ്യത്തെ അരിപ്പയിലേ തങ്ങി നിൽക്കും. ഓരോ സ്പിരിക്കൽ പാർട്ടിക്കൽ ഷേപ്പ് സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ലെയേഴ്സിലായിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് 5 to 75 മൈക്രോൺ സൈസ് ഡിഫറൻസ് ഉണ്ട്. 5 to 75 മൈക്രോ സൈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പിരിക്കൽ പാർട്ടിക്കിൾസാണ് നമുക്ക് ഈ precipitate ഗോൾഡിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇത് പ്രോസസ് ഓഫ് ആറ്റമൈസേഷൻ. ഇനി വേറൊരു ടൈപ്പിലും കൂടി നമുക്ക് ഗോൾഡ് precipitate ചെയ്തെടുക്കാം. അത് ഏതാ? ഇലക്ട്രോ ഡെപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ കാത്തോഡിക് ഡെപ്പോസിഷൻ ഓഫ് ഗോൾഡ് ഫ്രം ആൻ ഇലക്ട്രോലൈറ്റ് വയ സ്യൂട്ടബിൾ ആനോഡ്. അപ്പോൾ നമ്മളിവിടെ കാത്തോഡ് ആനോഡും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ precipitate ചെയ്തെടുക്കുകയാണ് ഗോൾഡ്. ഇവിടെ ഗോൾഡ് കാത്തോഡിലാണ് precipitate ആവുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനെ precipitate ചെയ്യുന്ന ഗോൾഡിന് ഒരു റെഗുലർ ഷേപ്പ് ഒന്നും ഉണ്ടാവത്തില്ല. നേരത്തെ നമ്മൾ കണ്ട പ്രോസസ് ഓഫ് ആറ്റമൈസേഷനിൽ എങ്ങനെയാണ്? റെഗുലർ ഷേപ്പാണ്, പല ടൈപ്പ് ഡയമീറ്ററിലുള്ളത്, പല തട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇതങ്ങനെയല്ല, മൊത്തത്തിൽ നോട്ട് റെഗുലർ ഷേപ്പായിട്ട് നമുക്ക് ഗോൾഡ് precipitate ചെയ്ത് കിട്ടും. ഇനി ഈ precipitate ചെയ്ത ഗോൾഡ് നമ്മൾക്ക് ഫില്ലിങ്ങിന് 3 ഫോമിലായിട്ടാണ് കിട്ടുക. ഈ പറയുന്ന 3 ഏതെങ്കിലും ഒന്നിൻ്റെ രൂപത്തിലാണ് കിട്ടുക. അതേതൊക്കെയാണെന്ന് നോക്കാം. പൗഡേർഡ് ഗോൾഡ്, മാറ്റ് ഗോൾഡ്, ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ പൗഡേർഡ് ഗോൾഡ് ഒരു എക്സാമ്പിൾ ഗോൾഡൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ദ precipitate ഗോൾഡ് പാർട്ടിക്കിൾസ് ആർ റാപ്ഡ് ഇൻ കൊഹസീവ് ഗോൾഡ് ഫോയിൽ ക്രിയേറ്റിംഗ് ബോൾസ്. നമുക്ക് ഈ precipitate ചെയ്ത ഗോൾഡിനെ ഈ ഗോൾഡ് ഫോയിലാക്കി ഒരു ബോൾസ് പോലെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അത് ഈ കാണുന്ന രൂപത്തിൽ ബോൾസ് പോലെ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഡയാമീറ്റർ 1 to 4 mm. അപ്പം ഇങ്ങനെ കിട്ടുന്നതിന് പൗഡേർഡ് ഗോൾഡ് എന്ന് പറയും. രണ്ടാമത്തത് മാറ്റ് ഗോൾഡ്.
ദിസ് ഫോം ദ ഗോൾഡ് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് മെയിൻലി ത്രൂ ഇലക്ട്രോ ഡെപ്പോസിഷൻ. ഇപ്പോൾ ഈ പറയുന്ന മാറ്റ് ഗോൾഡ് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ആറ്റമൈസേഷനും ഇലക്ട്രോ ഡെപ്പോസിഷനും. ഈ മാറ്റ് ഗോൾഡ് ഇലക്ട്രോ ഡെപ്പോസിഷൻ വഴി പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഗോൾഡാണ്. ഇത് എന്നിട്ട് അക്യുമുലേറ്റ് ഇൻ ദ ഫോം ഓഫ് സ്ട്രിപ്സ് ഓർ കേക്ക് ആൻഡ് സബ്ജക്റ്റ് ടു സ്റ്റിനറിങ് പ്രോസസ്സ്. ഇപ്പോൾ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഗോൾഡ് നമ്മൾക്കൊരു സ്ട്രിപ്പ് ഫോമിലാണ് കിട്ടുക. സ്റ്റിനറിങ് എന്ന് വെച്ചാൽ എന്താ? എ പ്രോസസ് ഓഫ് കമ്പാക്റ്റിംഗ് ആൻഡ് ഫോമിങ് എ സോളിഡ് മാസ്. ഓക്കെ, ഇപ്പോൾ ഇത് കൂട്ടി ഈ പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ഗോൾഡ് എല്ലാം കൂടി ചേർന്ന് നമുക്കൊരു മാറ്റ് ഫോമിൽ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്സ് പോലെ കിട്ടും. ഈ പറയുന്ന മാറ്റ് ഗോൾഡ് സ്ട്രിപ്പ് ക്യാൻ ഓൾസോ ബി റാപ്ഡ് ഇൻ കോഹസീവ് ഗോൾഡ് ഫോയിൽ. ഒരു ഗോൾഡ് ഫോയിൽ ഈ പറയുന്ന സ്ട്രിപ്പ് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാറ്റ് ഫോയിൽ എന്ന് പറയും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പ്രിവെൻറ്റിംഗ് ദ അൺനെസസറി ലോസ് ഓഫ് പീസ് ഡ്യൂറിങ് റെസ്റ്റോറേഷൻ. നമുക്കറിയാം ഇത് ഗോൾഡാണ്, വളരെ എക്സ്പെൻസീവാണ്. സോ ഈ മാക്സിമം നമ്മളത് ഈ അൺനെസസറി ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന മാറ്റ് ഫോയിലും കൂടി ഒന്ന് കവർ ചെയ്യും. അങ്ങനെ കിട്ടുന്ന മാറ്റ് ഗോൾഡിനെ പറയുന്ന പേരാണ് മാറ്റ് ഫോയിൽ. ഓക്കെ, ഇനി മൂന്നാമത്തത് ഇലക്ട്രോലൈ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെഫിനേഷനിലേ കണ്ടു, നമ്മൾ ഡയറക്റ്റ് ഗോൾഡിൽ ഉപയോഗിക്കുന്നതെല്ലാം പ്യുവർ മെറ്റലാണ് എക്സെപ്റ്റ് വൺ, അത് ഇലക്ട്രോലൈ. അതായത് നമ്മൾ ഈ ഗോൾഡിൻ്റെ കൂടെ ഒരു കാൽഷ്യം 1% കാൽഷ്യം കൂടി ആഡ് ചെയ്തു. അലോയ് ആഡഡ് സം ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാൽഷ്യം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് എപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഈ പ്രസിപ്പിറ്റേറ്റ് ഗോൾഡ്, നമുക്ക് ഈ ഇങ്ങനെ കിട്ടുന്ന ഗോൾഡ് എപ്പോഴാണ് ഈ പറയുന്ന അലോയ് ആഡ് ചെയ്യുന്നത്? ആദ്യം ഈ അലോയിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആറ്റമൈസേഷൻ നടക്കുന്നത്, എന്നിട്ടാണ് സ്റ്റിനറിങ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്തായാലും വരക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഗോൾഡ് ഫോയിൽ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ഗോൾഡാണ് കണ്ടത്. ഇനി ഗോൾഡ് ഫോയിൽസ് ആണ് കാണാൻ പോകുന്നത്. ദിസ് ഈസ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡ്യൂറബിൾ ഡയറക്റ്റ് ഗോൾഡ്. ഓക്കെ, gold foil sheets are manufactured by a process called gold beating and rolling. ഓക്കെ, ഇതാണ് ഗോൾഡ് ഫോയിൽ, വളരെ തിന്നായിട്ടുള്ളൊരു ഫോയിൽ. ഓക്കെ, ഈ ഗോൾഡ് ഫോയിലിനെ തന്നെ നാലായിട്ട് നമുക്ക് തിരിക്കാം: പ്ലെയിൻ ഗോൾഡ് ഫോയിൽ, കോറിഗേറ്റഡ് ഗോൾഡ് ഫോയിൽ, പ്ലാറ്റിനം ഗോൾഡ് ഫോയിൽ ആൻഡ് ലാമിനേറ്റഡ് ഗോൾഡ് ഫോയിൽ. ഇപ്പോൾ പ്ലെയിൻ ഈ പറയുന്ന ഗോൾഡ് ഫോയിലിനെ തന്നെയാണ് ഈ പറയുന്ന പ്ലെയിൻ ഗോൾഡ് ഫോയിൽ എന്നറിയുന്നത്. ഇനി കോറിഗേറ്റഡ്. ഈ രണ്ട് ഗോൾഡ് ഫോയിലിൻ്റെ ഇടയിൽ നമ്മളൊരു പേപ്പർ ലീഫ് വെക്കുകയാണ് കോറിഗേറ്റഡ് ഷേപ്പിൽ. ഓക്കെ, ആ കാണുന്ന പോലെ തന്നെ കോറിഗേറ്റഡ് ഷേപ്പിൽ. എന്നിട്ട് നമ്മൾ ഇതൊരു ഹീറ്റിംഗ് പ്രോസസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പേപ്പറല്ലേ ചൂട് കാരണം തീ കാരണം അത് കരിഞ്ഞു പോകും. പക്ഷേ ഈ ഫോയിൽ ഈ കോറിഗേറ്റഡ് ഷേപ്പ്, ഗോൾഡ് ഫോയിൽ ഈ കോറിഗേറ്റഡ് ഷേപ്പ് ഏറ്റെടുക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തിനാ? ഇറ്റ് ഇംപ്രൂവ് മോർ കോഹസീവ് ദാൻ ദ പ്ലെയിൻ വൺ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലെയിൻ ഗോൾഡ് ഫോയിലിനെക്കാട്ടും ഇത്രയും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതാണ് ഈ പറയുന്ന ഗോൾഡ് കോറിഗേറ്റഡ് ഫോയിൽ. മൂന്നാമത്തത് പ്ലാറ്റിനം ഗോൾഡ് ഫോയിൽ. ഇതിപ്പോൾ ഗോൾഡ് ഫോയിലാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിലേക്ക് പ്ലാറ്റിനം ഫോയിലും കൂടി വെക്കും. അതായത് സാൻഡ്വിച്ച് പോലെ തന്നെ രണ്ട് ഗോൾഡ് ഫോയിലിൻ്റെ നടുക്കായിട്ട് പ്ലാറ്റിനം വെക്കും. എന്തിനാണ് ഈ ഒരു കാറ്റഗറി രൂപീകരിച്ചതെന്ന് വെച്ചാൽ, ഇറ്റ് ഇംപ്രൂവ്സ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ടു ദി ഗോൾഡ് ഫോയിൽ റെസ്റ്റോറേഷൻ. ഇപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ നമ്മൾ ഈ ലാമിനേറ്റഡ് ഗോൾഡ് ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നാലാമത്തത് ലാമിനേറ്റഡ് ഗോൾഡ് ഫോയിൽ. ഇതൊരു ക്യൂബ് ഓഫ് ഗോൾഡ്, അതിനെ സ്ട്രെച്ച് ചെയ്ത് ഷീറ്റ് പോലെ ആക്കും. ഈ പറയണ ഷീറ്റ് പോലെ ആക്കിയതിന് ശേഷം മൈക്രോസ്കോപ്പിക്കിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് ഫൈബ്രസ്. ഓക്കെ, അപ്പോൾ ഈ ലാമിനേറ്റഡ് ഗോൾഡ് ഫോയിൽ ക്യൂബ് ഫോമിലാണ് നമുക്ക് ഗോൾഡ് കിട്ടുക. അത് നമ്മൾ ഷീറ്റ് ആക്കുക. പക്ഷെ എന്നാലും അതിൻ്റെ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ ഫൈബ്രസ് സ്ട്രക്ചർ മൈക്രോസ്കോപ്പിക്കിലൂടെ കാണാൻ പറ്റും. സോ അത് ലാമിനേറ്റഡ് ഗോൾഡ് ഫോയിൽ. അപ്പം നമ്മൾ 4 ടൈപ്പ് കണ്ടു: പ്ലെയിൻ, കോറിഗേറ്റഡ്, പ്ലാറ്റിനം ആൻഡ് ലാമിനേറ്റഡ്. ഇനി നേരത്തെ നമ്മൾ കണ്ടു കോഹസീവ് ഗോൾഡ് ആൻഡ് നോൺ കോഹസീവ് ഗോൾഡ്. കുറച്ച് കേട്ട വേർഡ്സാണ് അത്. കോഹസീവ് ഗോൾഡ് എന്ന് വെച്ചാൽ ദ ഡയറക്റ്റ് ഗോൾഡ് മെറ്റീരിയൽ ദാറ്റ് ആർ കോട്ടഡ് വിത്ത് എ ലെയർ ഓഫ് അമോണിയം ഗ്യാസ് വിച്ച് റിമൂവ് ജസ്റ്റ് ബിഫോർ ഇൻസേർഷൻ ഓഫ് ഗോൾഡ് ഇൻ ടു ദ ഓറൽ ക്യാവിറ്റി. ഓക്കെ, നമ്മൾ ഉപയോഗിച്ച ഗോൾഡിൽ ഒരു ലെയർ ഓഫ് അമോണിയം ഗ്യാസ് ഉണ്ടാവും. നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് റിമൂവ് ചെയ്യണം.
അപ്പോൾ ഇങ്ങനെയുള്ള അമോണിയം ഗ്യാസ് ഉള്ള ഒരു ലെയർ ഈ പറയുന്ന ഗോൾഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ കൊഹസീവ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നോൺ കൊഹസീവ് ഗോൾഡ് എന്ന് ചോദിച്ചാൽ എന്താ? എ പ്യോർ ഗോൾഡ് വിച്ച് ഇസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഫോസ്ഫറസ് ഓർ അതർ ഗ്യാസസ്, അതിനെയാണ് നോൺ കൊഹസീവ് ഗോൾഡ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇടയ്ക്ക് വരുന്ന വേർഡ്സ് ആണ് കൊഹസീവും നോൺ കൊഹസീവ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഇതാണ് ഇതിൻ്റെ അർത്ഥം. അഡ്വാൻറ്റേജ്, നമ്മൾ ഈ ഗോൾഡ് ഫില്ലിങ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? മോസ്റ്റ് ഡ്യൂറബിൾ റെസ്ട്രേറ്റീവ് മെറ്റീരിയലാണ്. പിന്നെ ഇത് നോബൽ മെറ്റലാണ്. ഗോൾഡ് എന്ന് പറഞ്ഞൊരു നോബൽ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ടാർണിഷ് ആൻഡ് കൊറോഷൻ. നമ്മൾ അമാൽഗം ചാപ്റ്ററിൽ കണ്ടാണ് ടാർണിഷും കൊറോഷനൊക്കെ എന്താണെന്ന്. അപ്പോൾ ഗോൾഡിന് ഈ പറയുന്ന പോലെ ഡിസ്കളറേഷനോ തുരുമ്പിക്കലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ടാർണിഷ് ഓർ കൊറോഷൻ. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ പ്യുവർ നോബൽ മെറ്റൽ. ഇനി മൂന്നാമത്തെ പോയിന്റ്, പ്രോപ്പർ കേസ് സെലക്ഷൻ ഡൺ എ ട്രോമാറ്റിക് ടു ഡെൻ്റൽ പൾപ്പ് ആൻഡ് പെഡോൺഷ്യം. നമ്മളൊരു കേസ് സെലക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു കേസാണെന്ന്, പ്രോപ്പർ കേസാണെന്ന് കണ്ടാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സറൗണ്ടിങ് സ്ട്രക്ചറിന് പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രോപ്പർ കേസ് സെലക്ഷൻ റൺ എ ട്രോമാറ്റിക് ടു ദി ഡെൻ്റൽ പൾപ്പ് ആൻഡ് പെരിഡോൺഷ്യം. അതായത് ഇപ്പോൾ പൾപ്പിനോട് ചേർന്നിട്ടാണ് ക്യാവിറ്റി പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് ഫില്ലിംഗ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പൾപ്പ് ഇറിറ്റേഷൻ ആവും. കാരണം ഈ പറയുന്നത് അടുത്ത ഡിസഡ്വാൻറ്റേജിൽ വരുന്നതാണ്. കാരണം ഇത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ സെലക്ഷൻ ആയെങ്കിൽ ഈ വരുന്ന പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്താ? ഗുഡ് അഡാപ്റ്റേഷൻ ടു ക്യാവിറ്റി. അഞ്ചാമത്തത്, ദ സർഫസ് ഓഫ് ഗോൾഡ് ക്യാൻ ബി പോളിഷ്ഡ് സോ ലെസ് പ്ലാഗ് അക്യുമുലേഷൻ. ശരിയാണ്, നല്ലോണം അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും നമ്മൾ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലിനുണ്ട്. അതേപോലെ തന്നെ പോളിഷിങ്ങും നല്ലോണം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് പ്ലാഗ് അക്യുമുലേഷൻ. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അക്യുമുലേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസും കുറവായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി ദ ഡെൻസിറ്റി ആൻഡ് ദ ഹാർഡ്നെസ് ഓഫ് കമ്പാക്ട് ഗോൾഡ് പ്രൊവൈഡ് അഡിക്വേറ്റ് കംപ്രസീവ് കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. സോ അതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് നോൺ എസ്തെറ്റിക്സ്. ശരിയാണ്, മഞ്ഞ കളറാണ് നമ്മളുടെ ഗോൾഡിന്. സോ അത് ഫില്ലിംഗ് ആയിട്ട് വരുമ്പോൾ അത് എസ്തെറ്റിക്കലി പ്ലീസിങ് അല്ല. പിന്നെ മാനിപ്പുലേഷൻ ഓഫ് ഗോൾഡ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു മാസ്റ്റർ. ഒരു ഓപ്പറേറ്ററിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ ഫില്ലിംഗ് മെറ്റീരിയൽ മിക്സ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല ഗോൾഡ് മിക്സിങ്. സോ അത് ഹൈ സ്കില്ല് തന്നെ വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി എക്സ്പെൻസീവ് മെറ്റീരിയലാണ് ഗോൾഡ് അല്ലേ. സോ വെരി എക്സ്പെൻസീവാണ്. നാലാമത്തത്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഗോൾഡ് ഇസ് ഹൈ. സോ പൾപ്പ് പ്രൊട്ടക്ഷൻ ബേസ് ഇസ് നീഡഡ് അണ്ടർ റെസ്ട്രേഷൻ. ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി, ഒരു ചൂടും തണുപ്പും ഉള്ള വസ്തു നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ബേസ് നമ്മൾ പ്രൊട്ടക്ഷൻ ലെയർ വെച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പൾപ്പിനടുത്ത് ആണ് ഈ പറയുന്ന ഫില്ലിങ്ങെങ്കിൽ ഡെഫിനറ്റ്ലി പൾപ്പ് ഇറിറ്റേഷൻ ആവും, പെയിൻ വരും. ഇപ്പോൾ കേസ് സെലക്ഷൻ നല്ലതാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജാണ്, ഈ പറയുന്ന പ്രശ്നം വരില്ല. എന്നാൽ കേസ് സെലക്ഷൻ നമ്മൾ മര്യാദക്ക് നടത്താണ്ട് ബേസും വെക്കാണ്ട് വന്ന ഡിസഡ്വാൻറ്റേജിലേക്ക് ഇത് പോകും. ഇനി ഡീകണ്ടാമിനേറ്റിംഗ് ആൻഡ് ഡീഗേസിങ്. ഡീഗേസിങ് എന്താ? അത് ദ റിമൂവ് ദ സർഫസ് ഇമ്പ്യൂരിറ്റീസ്, അമോണിയം ഗ്യാസ്, വാക്സ്, അതർ ഗ്യാസസ്, അതിനെയാണ് ഡീഗേസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു കൊഹസീവ് ഗോൾഡിൽ ഒരു ലെയർ ഓഫ് അമോണിയ ഉണ്ട്. അപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ലെയർ നമ്മൾ മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുന്നത്? അതാണ് ഈ പറയുന്ന ഡീഗേസിങ്. ഓക്കെ, ഇനി അനലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറും കൂടിയുണ്ട്. അത് സെയിം തന്നെ, റിമൂവിങ് ദി സർഫസ് ഇമ്പ്യൂരിറ്റീസ് വിത്ത് ഇൻറ്റേർണൽ സ്ട്രെസ് റിലീഫ് ആൻഡ് റീസ്റ്റോർ ഡക്ടൈലിറ്റി ആൻഡ് മാലിബിലിറ്റി. ഓക്കെ, നല്ലോണം ഡക്ടൈലിറ്റി എന്ന് വെച്ചാൽ എന്താ? നല്ലോണം സ്ട്രെച്ച് ചെയ്യാനും തിൻ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഹാമർ ചെയ്ത് തിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഗോൾഡിനുണ്ട്. സോ അത് ഹൈ ആണ് ഗോൾഡിന്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ വി ക്യാൻ പ്രോപ്പർ മാനിപ്പുലേറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്പ്. സോ അനലിംഗ് വഴി നമ്മൾക്ക് ഇമ്പ്യൂരിറ്റീസും മാറ്റുകയും ചെയ്യാം, അതേപോലെ തന്നെ ഈ പറയുന്ന സ്ട്രെങ്ത്ത് കൂട്ടുകയും ചെയ്യും. ഇനി മെത്തേഡ് ഓഫ് ഡീഗേസിങ്. ആദ്യത്തെ മെത്തേഡ് ഓപ്പൺ ആൽക്കഹോൾ ഫ്ലെയിം. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഫില്ലിംഗ് ഡയറക്റ്റ് ഗോൾഡ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. ഇമ്പ്യൂരിറ്റീസ് കളഞ്ഞിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് റെസ്ട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് കളയുന്നതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേരാണ് ഡീഗേസിങ്. അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡാണ് ഈ പറയുന്ന ഡീഗേസിങ്ങിലുള്ളത്? ആദ്യത്തേത് ഓപ്പൺ ആൽക്കഹോൾ ഫ്ലെയിം. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് എ പീസ് മെത്തേഡ്. ഓരോ ചെറിയ കഷ്ണങ്ങളെടുത്ത് ഈ പറയുന്ന ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന് പീസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതിൽ ഫ്ലെയിം ഉണ്ട്. അപ്പോൾ മിഡിൽ സോൺ ഓഫ് ദ ഫ്ലെയിം ഇസ് യൂസ്ഡ്. ബ്ലൂ കളർ ഫ്ലെയിം നമുക്ക് കാണാം. ഫ്ലെയിമിൽ ഒരു നടുക്ക് മിഡിൽ സോൺ ബ്ലൂ കളറാണ്. ഈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഡീഗേസിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഈച്ച് പീസ് ഓഫ് ഗോൾഡ് ഇസ് ഹെൽഡ് ഇൻ സച്ച് സോൺ ഫോർ 3 to 5 seconds.
ബിഫോർ ഇൻസേർട്ടിങ് ഇൻ ടു ദ ക്യാവിറ്റി പ്രിപ്പറേഷൻ. അപ്പോൾ 3 തൊട്ട് 5 സെക്കൻഡ് വരെ ഈ ബ്ലൂ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ലെസ് കണ്ടാമിനേഷൻ ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. നമ്മളൊരു റെസ്റ്റോറേറ്റീവ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ ആവശ്യമനുസരിച്ച് നമുക്കറിയാം ഇനി എത്രത്തോളം ഫില്ലിംഗ് മെറ്റീരിയൽ ആവശ്യമുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചെറിയ ചെറിയ പീസോ എടുത്ത് ചെയ്യാവുന്നതാണ്. ലെസ് കണ്ടാമിനേഷൻ, ഡീഗേസിങ് ചെയ്ത് ഉടനെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. ഓരോ പീസ് എടുത്ത് ഡീഗേസ് ചെയ്ത് വെക്കുമ്പോൾ ടൈം കൺസ്യൂമിങ് തന്നെയാണ്. ഇനി അടുത്ത മെത്തേഡാണ് മൈക്ക ഓവർ എ ഫ്ലെയിം. ഈ ഫ്ലെയിമിൽ നേരത്തെ നമ്മളൊരു പീസായിട്ടാണ് വെച്ചത്, ഇവിടെ ഒരു ബൾക്ക് മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഷീറ്റ് ഓഫ് മൈക്ക ഒരു ട്രേ പോലെ ഈ ഫ്ലെയിമിൻ്റെ മീതെ വെക്കുകയാണ്. ഈ ട്രേ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഡിവൈഡ് ദ സർഫസ് ഓഫ് മൈക്ക ഇൻ ടു സെവറൽ ഏരിയ ഇൻഡിക്കേറ്റിംഗ് ദ ടൈം ദ പീസ് ഓഫ് ഗോൾഡ് വർ പുട്ട് ഓൺ ദി മൈക്ക. ഈ മൈക്ക, അതായത് ഈ ഷീറ്റ് ഓഫ് മൈക്ക വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ പാർട്ടിൽ ഗോൾഡ് പീസ് വെച്ചിട്ടുണ്ട്. സോ അത് എക്സ്പോസ്ഡ് ടൈം അനുസരിച്ചിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ 5 minutes ആർ അലൗഡ് ഫോർ എനി പീസ് ഓഫ് ഗോൾഡ് ടു ബി ഹീറ്റഡ് ഓൺ ദി മൈക്ക. ഓക്കെ, പക്ഷേ ഇത് ബൾക്ക് മെത്തേഡ് ആയതുകൊണ്ട് ടൈം കൺസ്യൂമിങ് ആണ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഇലക്ട്രിക് ഡീഗേസിങ്. ഇത് മോസ്റ്റ് കൺട്രോൾഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് വേ ഓഫ് ഡീകണ്ടാമിനേറ്റിംഗ് ഗോൾഡ് മെറ്റീരിയൽ. ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. സ്റ്റാൻഡേർഡും മോസ്റ്റ് കൺട്രോൾഡ് ടൈപ്പാണ്. വിത്ത് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ദ ഹീറ്റ് കമ്പാർട്ട്മെൻറ്റ് ആർ മെയ്ഡ് ഓഫ് അലൂമിനിയം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രേ അലൂമിനിയം കമ്പാർട്ട്മെൻ്റ് ആണ്. ദ ഇലക്ട്രിക് ഹീറ്റർ controls the time and temperature. The direct gold is placed in each compartment. This eliminates the possibility of cohesion of pieces before they are inserted into the cavity preparation. അപ്പോൾ ഇത് ഏറ്റവും സ്റ്റാൻഡേർഡ് ആൻഡ് ദ മോസ്റ്റ് കൺട്രോൾ വേ ആണ്. ഈ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന അലൂമിനിയം മെറ്റീരിയൽ കൊണ്ടിട്ടാണ്. ഈ പറയുന്ന ഇലക്ട്രിക് ഹീറ്ററിനെ ടൈമും ടെമ്പറേച്ചറും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഡയറക്റ്റ് ഗോൾഡ് ഈ പറയുന്ന ഓരോ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ കൊഹസീവ് ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസ് മാക്സിമം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, സോ ഇലക്ട്രിക് ഗേസിങ് അത് ഓർക്കുക. അപ്പോൾ 3 മെത്തേഡ് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും അവസാനത്താണ് ഇലക്ട്രിക് ഗേസിങ്. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താ? ഇഫ് ദ ട്രേ ഈസ് മൂവ്ഡ് ദേ സ്റ്റിക്ക് ടുഗെദർ. അടുത്തത് ഓവർ ഹീറ്റിംഗ്. ഓവർ ഹീറ്റ്, ഇപ്പോൾ ഈ ട്രേ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്യുകയാണ്, ഓവർ ഹീറ്റഡ് ആയിപ്പോയി, എന്ത് പറ്റും? സ്റ്റിഫ്നെസ് കൂടും, കുറേ ഇമ്പ്യൂരിറ്റീസ് അതിൽ ഇൻകോപ്പറേറ്റ് ആകും. സ്റ്റിഫ്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഫില്ല് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്യുമ്പോൾ വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെ കണ്ടൻസ് ചെയ്യുമ്പോൾ ലെസ് ഡക്റ്റൈൽ ആകും. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ കണ്ടൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം. അണ്ടർ ഹീറ്റിംഗ്, വിചാരിച്ചത്രയും നമ്മൾ ഹീറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന കൊഹസീവ് ലെയർ, അതായത് ലെയർ ഓഫ് അമോണിയ, അതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഫുള്ളി പോകത്തില്ല. അതുകൊണ്ട് തന്നെ പോറോസിറ്റി ഓഫ് ഫൈനൽ റെസ്ട്രേഷൻസ് ഉണ്ടാകും. നമ്മൾ ഈ ഇമ്പ്യൂരിറ്റീസ് അതിലുണ്ടെങ്കിൽ, നമ്മൾ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽസിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോറോസിറ്റി വരും. അത് നമ്മുടെ ഫൈനൽ റെസ്ട്രേഷനെ എഫക്റ്റ് ചെയ്യും. അതാണ് ഇലക്ട്രിക് ഡീഗേസിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഇനി കണ്ടൻസേഷൻ. 2 main processes which control the quality of final direct gold restorations are wedging and welding. ഓക്കെ, അപ്പോൾ കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ എഴുതേണ്ട, ഒരു എക്സാമിന് വരാണെങ്കിലും നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഓർക്കേണ്ടതും ഒന്നാണ് വെഡ്ജിങ് ആൻഡ് വെൽഡിങ്. ഇതൊരു ക്യാവിറ്റി ടൂത്ത് പ്രിപ്പറേഷനാണ്. അതിൽ ക്ലാസ് 1 ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വെഡ്ജിങ്. Wedge initial piece between tooth structure walls, especially at the starting point or the corner. അതായത് വെഡ്ജിങ് എന്ന് പറയുന്ന ആദ്യത്തെ കണ്ടൻസേഷൻ. നമ്മൾ ക്യാവിറ്റി പ്രിപ്പയർ ചെയ്തതിലേക്ക് ഫില്ലിംഗ് വെക്കുകയാണ്. ആദ്യം എവിടെയാണ് വെക്കേണ്ടത്? ആദ്യം വെക്കുന്നതിനെയാണ് വെഡ്ജിങ് എന്ന് പറയുന്നത്. എവിടെയാണ് വെക്കുന്നത്? ടൂത്ത് സ്ട്രക്ചർ, ബിറ്റ്വീൻ ദ ടൂത്ത് സ്ട്രക്ചർ വാൾ, നമ്മുടെ ക്യാവിറ്റിയും പൾപ്പൽ ഫ്ലോറിലും ഇതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ബിൽഡിംഗ് എ ഡയറക്റ്റ് ഗോൾഡ് റെസ്റ്റോറേഷൻ. ഈ പിക്ചറിൽ കാണാം, നമ്മൾ ആ കോർണറിലാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ക്യാവിറ്റി വാളും ഫ്ലോറിൻ്റെയും ഇടയിൽ കോർണറിലാണ് വെഡ്ജിങ് നടത്തിയിരിക്കുന്നത്. ദിസ് മിനിമൈസ് ദ വോയിഡ് ബിറ്റ്വീൻ ദ മാർജിൻ ഓഫ് ദ ടൂത്ത് ആൻഡ് ദി സർഫസ് ഓഫ് ഗോൾഡ്. ഓക്കെ, സോ ഇതാണ് വെഡ്ജിങ്. അടുത്തത് വെൽഡിങ്. വെൽഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള കുറേ ഇതാണ്. എന്താ വെൽഡിങ്? 2 മെറ്റൽ നമ്മൾ ഫ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഗോൾഡും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്.
എ പ്രോസസ് ഓഫ് ഫോമിംഗ് ആറ്റോമിക് ബോണ്ട് ബിറ്റ്വീൻ ദി പെല്ലറ്റ്സ് ലെയേഴ്സ് ഓഫ് ഗോൾഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പാക്ഷൻ. നമ്മൾ ഈ പറയുന്ന വെഡ്ജിങ്ങിൻ്റെ മീതെ അടുത്ത ഇൻക്രിമെൻറ്റ് ഗോൾഡ് ആഡ് ചെയ്യാണ്. ഈ രണ്ട് ഗോൾഡ് തമ്മിൽ ആറ്റോമിക് ബോണ്ടിങ് നടത്തും. ഇതിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. കണ്ടല്ലോ. സോ കണ്ടൻസേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിൻ 2 സ്റ്റെപ്സ് ആണ് വെഡ്ജിങ് ആൻഡ് വെൽഡിങ്. സാധാരണ ഫില്ലിംഗ് പോലെ ഫില്ല് ചെയ്യുന്നതല്ല. എപ്പോഴും നമ്മൾ ഗോൾഡ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ദി കോർണർ, ഒരു പോയിൻ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദി കോർണർ, അതായത് നമ്മുടെ പൾപ്പൽ ഫ്ലോറും ക്യാവിറ്റി വാളിൻ്റെയും ആ കോർണറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനെ വെഡ്ജിങ് എന്നും, ഈ പറയുന്ന ഗോൾഡിലേക്ക് രണ്ടാമത് ആഡ് ചെയ്യുന്ന ഇൻക്രിമെൻറ്റിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്നതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ സാധാരണ പോലെ കണ്ടൻസിങ് അല്ല, ഈ പറയുന്ന ഗോൾഡ് ഫില്ലിങ്ങിൽ ഒരു 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ദിസ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ഫോർ ദി സക്സസ് ഓഫ് റെസ്റ്റോറേഷൻ. ആദ്യത്തത്, ദ ഫോഴ്സ് ഓഫ് കണ്ടൻസേഷൻ മസ്റ്റ് ബി അറ്റ് ദി 45 ഡിഗ്രി ടു ദി ക്യാവിറ്റി വാൾ ആൻഡ് ദി കോർണർ. നമ്മൾ ആദ്യം ചെയ്യുന്ന വെഡ്ജിങ്, അതിൻ്റെ കണ്ടൻസേഷൻ ഒരു 45 ഡിഗ്രിയിൽ വെച്ചിട്ട് വേണം കണ്ടൻസ് ചെയ്യാൻ. ഓക്കെ, കാരണം നമ്മൾ ഏകദേശം ആ ഒരു സ്ലോപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നത്? ദിസ് ലീഡ്സ് ടു ദ മാക്സിമം അഡാപ്റ്റേഷൻ ആൻഡ് മിനിമം ഇറിറ്റേഷൻ ടു ദി പൾപ്പ് ആൻഡ് ഡെൻറ്റിങ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താ? ദ ഫോഴ്സ് ഓഫ് കണ്ടൻസേഷൻ മസ്റ്റ് ബി അറ്റ് 45 ഡിഗ്രി ടു ദി ക്യാവിറ്റി വാൾ ആൻഡ് ദി കോർണർ. ഓക്കെ, രണ്ടാമത്തത്, ദ ഫോഴ്സ് ഓഫ് കണ്ടൻസേഷൻ മസ്റ്റ് ബി അറ്റ് 90 ഡിഗ്രി ടു ദ പ്രീവിയസ്ലി കണ്ടൻസ്ഡ് ഗോൾഡ്. അതായത് വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ 90 ഡിഗ്രി വെച്ചിട്ട് വേണം കണ്ടൻസ് ചെയ്യാൻ. ഈ പിക്ചറിൽ കാണാം, ആദ്യത്തത് നമ്മൾ കോർണറിൽ നമ്മൾ ഫില്ലിംഗ് ചെയ്തു, അതിനെ വെഡ്ജിങ് എന്ന് പറയും. വെഡ്ജിങ് ചെയ്യുമ്പോൾ കണ്ടൻസ് ചെയ്യേണ്ടത് 45 ഡിഗ്രി ആംഗിളിലും. രണ്ടാമത്തെ വെൽഡിങ്, അതായത് ഗോൾഡിൻ്റെ മീതെ അടുത്ത ഇൻക്രിമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് വേണം കണ്ടൻസ് ചെയ്യാൻ. ഇത് ഡിസ്പ്ലേസ്മെൻറ്റും ടു അവോയ്ഡ് ദ ഷിയർ കമ്പാർട്ട്മെൻറ്റ് ദാറ്റ് ക്യാൻ ഡിസ്പ്ലേസ് ഓർ ലൂസൻ ദ ഓൾറെഡി കണ്ടൻസ് പീസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് 90 ഡിഗ്രിയിൽ കണ്ടൻസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത്, always start at one point and then proceed a straight line to the opposite. ഇതൊരു ക്യാവിറ്റി പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾവേസ് സ്റ്റാർട്ട് അറ്റ് 1 പോയിൻറ്റ്, നമ്മൾ ആദ്യം കണ്ടൻസ് ചെയ്യുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് അറ്റ് 1 പോയിൻറ്റ് ദെൻ പ്രൊസീഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ടു ദ ഓപ്പോസിറ്റ്. നമ്മൾ കണ്ടൻസ് ചെയ്ത് ഓപ്പോസിറ്റ് 1 കോർണറിൽ നിന്ന് നെക്സ്റ്റ് കോർണറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടൻസ് ചെയ്ത് പോകണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കണ്ടൻസ് ചെയ്യുമ്പോൾ മുമ്പ് കണ്ടൻസ് ചെയ്ത ഏരിയ ഒരു 1/4 ഓവർലാപ്പ് ചെയ്ത് വേണം കണ്ടൻസ് ചെയ്യാൻ. ഇതിനെ പറയുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് സ്റ്റെപ്പിംഗ്. ഓക്കെ, the condenser should overlap at least 1/4 of the previously condensed area. This process is called stepping. Okay, ആ ലൈൻ കഴിഞ്ഞ് സെക്കൻഡ് ലൈനിലേക്ക് കണ്ടൻസ് ചെയ്ത് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകണം. This ensure the condenser have covered the entire area. ഇനി നാലാമത്തത്, യൂസ് മിനിമൽ തിക്നെസ് ഓഫ് പെല്ലറ്റ്. Thinner the cross section, easier fulfillment of the objectives of condensation. നമ്മൾ ഏറ്റവും മിനിമൽ തിക്നെസ് ഉള്ള പെല്ലറ്റ്സ് എടുത്ത് കണ്ടൻസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കണ്ടൻസേഷൻ കൊടുക്കാം. മാക്സിമം കണ്ടൻസേഷൻ വഴി മിനിമം വോയിഡ്സ് ആക്കാം, അതായത് മിനിമം ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മിനിമം എയർ ട്രാപ്പ് ആക്കാം. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കണ്ടൻസേഷൻ. എന്താ? നല്ലോണം കണ്ടൻസ് ആകുക, ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരാതിരിക്കുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മിനിമം തിക്നെസ് ഉള്ള പെല്ലറ്റ്സ് എടുക്കുക. ഇനി അഞ്ചാമത്തത്, എനർജി ഓഫ് കണ്ടൻസേഷൻ. ലെസ് എമൗണ്ട് ഓഫ് എനർജി ഇൻസൈഡ് ദ ക്യാവിറ്റി ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പ് ഇൻക്രീസ് ദി എനർജി. അതായത് നമ്മൾ ആദ്യം ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്യുന്നതിന് കുറച്ച് എനർജി, കണ്ടൻസേഷൻ എനർജി കൊടുത്താൽ മതി. അതുകഴിഞ്ഞ് അതിൻ്റെ മീതെ നമ്മൾ ഇൻക്രിമെൻറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ കണ്ടൻസിങ് എനർജിയും കൂട്ടി വരിക. Thus maximum energy will be used on the surface of restoration. So minimum energy condensation energy വെച്ച് ക്യാവിറ്റി പ്രിപ്പയർ ചെയ്യുക, ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യുന്ന അനുസരിച്ച് എനർജി കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെ ഫൈനൽ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ മാക്സിമം വിൽ ബി അറ്റൈൻഡ് അറ്റ് ദി സർഫസ് ഓഫ് റെസ്റ്റോറേഷൻ. ഓക്കെ, സോ അഞ്ചാമത്തെ പോയിൻ്റ് എനർജി ഓഫ് കണ്ടൻസേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടൻസേഷനിൽ അടുത്തത് ഏതാ? ആറാമത്തത്, കണ്ടൻസേഷൻ ഓഫ് ഇൻക്രിമെൻറ്റ് ഐദർ ഫ്രം പെരിഫറി ഓർ സെൻറ്റർ. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻക്രിമെൻറ്റ് എപ്പോഴും നമ്മൾ ബെറ്റർ ഐദർ നമുക്ക് അതിൻ്റെ ഔട്ടർ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നോ ഔട്ടറിലേക്ക് കണ്ടൻസ് ചെയ്യാവുന്നതാണ്. സോ പ്രിഫറബ്ലി ഫ്രം സെൻറ്റർ ടു പെരിഫറീസ്. ദിസ് മെത്തേഡ് വിൽ മിനിമൈസ് ദ ട്രാപ്ഡ് എയർ ബബിൾസ്.
നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻക്രിമെൻറ്റിൻ്റെ എപ്പോഴും നടുക്ക് നിന്ന് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഔട്ടറിലേക്ക് മൂവ് ചെയ്യുക. സോ അതിൻ്റെ ഇടയിൽ വല്ല എയർ ബബിൾസോ വോയിഡ്സോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്താ? സ്റ്റാർട്ട് കണ്ടൻസേഷൻ വിത്ത് ഹാൻഡ് കണ്ടൻസേഷൻ, ദെൻ പ്രൊസീഡ് ടു മെക്കാനിക്കൽ കണ്ടൻസേഷൻ. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഹാൻഡ് കണ്ടൻസേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് മെക്കാനിക്കൽ കണ്ടൻസേഷനിലേക്ക് പോയാൽ മതി, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ 7 പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടൻസേഷനാണ് കണ്ടത്. സോ ഇന്ന് ഡയറക്റ്റ് ഗോൾഡ് റെസ്റ്റോറേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാണ്? പ്രെസിപ്പിറ്റേറ്റ് ഗോൾഡും ഗോൾഡ് ഫോയിലും. ഈ പ്രെസിപ്പിറ്റേറ്റ് ഗോൾഡ് ൻ്റെ ടെക്നിക്സ് കണ്ടു, എങ്ങനെയൊക്കെയാണ് ഈ ഗോൾഡ് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്ന 2 ടെക്നിക്സ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ഫോംസ്, അത് 3 എണ്ണം കണ്ടു. ഏതൊക്കെ? പൗഡേർഡ് ഗോൾഡ്, മാറ്റ് ഗോൾഡ്, ഇലക്ട്രലെ. പിന്നെ കണ്ടത് കൊഹസീവ് ആൻഡ് നോൺ കൊഹസീവ് ഗോൾഡാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കണ്ടു. ഡീകണ്ടാമിനേറ്റിംഗ് ആൻഡ് ഡീഗേസിംഗ് എന്ന് പറയുന്ന വേർഡ്സ് ഫെമിലിയർ ആക്കി. അതിൻ്റെ മെത്തേഡ്സ്, മെത്തേഡ് ഓഫ് ഡീഗേസിംഗ് 3 ടൈപ്പ്: ഓപ്പൺ ആൽക്കഹോൾ ഫ്ലെയിം, മൈക്രോ ഓവർ എ ഫ്ലെയിം, ഇലക്ട്രിക് ഡീഗേസിംഗ്. പിന്നെ നമ്മൾ കണ്ടൻസേഷൻ കണ്ടു. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടൻസേഷൻ 7 പ്രിൻസിപ്പിൾസും നമ്മൾ കണ്ടു. ഓക്കെ, അടുത്ത പാർട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമായി അടുത്ത വീഡിയോയിൽ വരാം.